നമസ്കാരം. ക്ലാപ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് രീതിയിലുള്ള എഡിറ്റിങ്ങുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അതുപോലെ തന്നെയുള്ള മറ്റൊരു എഡിറ്റിംഗ് ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. VN എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനേക്കാൾ കുറച്ചുകൂടിയൊക്കെ ഓപ്ഷനുകളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് VN വീഡിയോ എഡിറ്റർ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സിനിമാറ്റിക് രീതിയിലുള്ള നല്ല നല്ല എഫക്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ലൊരു ആപ്ലിക്കേഷനാണ് VN വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ പോയിട്ട് VN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ അതിൽ എഡിറ്റ് ചെയ്യാമെന്നുള്ള ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. വരുന്ന വീഡിയോകളിൽ നല്ല നല്ല രീതിയിലുള്ള എഡിറ്റിങ്ങുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ VN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് സ്ക്രീനിലായിട്ടൊരു ബ്ലൂ കളറിലെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ ഉള്ള വീഡിയോകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഫോൾഡറുകൾ സെലക്ട് ചെയ്യാനാണെങ്കിൽ മുകളിലായിട്ടൊരു ആളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഫോൾഡറുകളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് 1-2 വീഡിയോകൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പം കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 4 വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നോർമലായിട്ടുള്ള വീഡിയോയാണ്, എഫക്റ്റുകളൊന്നും കൊടുക്കാതെയുള്ള വീഡിയോകളാണ്. അപ്പോൾ ഞാനതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, അപ്പം എല്ലാം എഫക്റ്റുകളൊന്നും ഇല്ലാത്ത വീഡിയോകളാണ്. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ഇപ്പം നമ്മൾ സ്പീഡും സ്ലോയും ആക്കുന്നത് എങ്ങനെയാണ്, സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് സ്പീഡും പെട്ടെന്ന് തന്നെ അത് സ്ലോ ആകുന്നതും എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെയായിട്ട് കുറേ ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. വേണം ഇതിൻ്റെ ഫിൽറ്റർ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്ററുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഫിൽറ്റർ വേണ്ട എന്നുണ്ടെങ്കിൽ ഒറിജിനൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ട്രിമ്മുണ്ട്, എഫക്ട്സ് ഉണ്ട്, എഡിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിലീറ്റ്, സ്പീഡ്, വോളിയം, ഫെയ്ഡ്, ക്രോപ്പ്, റൊട്ടേറ്റ്, മിറർ, ഫ്ലിപ്പ്, അങ്ങനെ കുറേ ഓപ്ഷനുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സ്പീഡ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കുറച്ച് ഡോട്ടുകൾ, വൈറ്റ് കളറിലുള്ള കുറച്ച് ഡോട്ടുകൾ കാണാൻ സാധിക്കും. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വീഡിയോ സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം. എന്നാൽ ഈ വീഡിയോ എഡിറ്ററിൽ നമുക്ക് എവിടെ നമുക്ക് സ്ലോ മോഷൻ ആക്കണോ അതോ സ്പീഡ് ആക്കണോ അതിന് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഈ ഡോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡും സ്ലോയും ഒക്കെ ആക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ചെയ്ത് കാണിക്കാം അതെങ്ങനെയാണെന്ന്. ഉദാഹരണത്തിന് ഈ വീഡിയോ ഇപ്പോൾ ഇവരിങ്ങനെ ഓടി വന്നിട്ട് ആ വെള്ളത്തിലേക്ക് ചാടുന്ന ആ ഒരു ഭാഗം നമുക്ക് സ്ലോ മോഷനിലാണ് വേണ്ടത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡോട്ടുകൾ നമുക്ക് മുകളോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അതായത് മേലോട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഡോട്ട് മുകളോട്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുകയും അതുപോലെ തന്നെ ഈ ഡോട്ടിനെ നമ്മൾ താഴോട്ടാക്കി കഴിഞ്ഞാൽ അത് സ്ലോ മോഷനിലാവുകയും ചെയ്യും. കറക്റ്റ് സെൻട്രലായിട്ടിരുന്ന് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള വീഡിയോയുമാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് സ്പീഡ് ആക്കുകയും സ്ലോ ആക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് ഡോട്ടിനെ സ്വല്പം മുകളോട്ട് കയറ്റുകയാണ്.
കണ്ടില്ലേ, ഇപ്പോൾ അവിടെ നമുക്ക് സ്പീഡ് കൂടിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഡോട്ടുകൾ ഇതിലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഈ യെല്ലോ കളറിലുള്ള ആ ഒരു ലൈനിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് അതിനോടൊപ്പം വരുന്ന ആഡ് സ്റ്റോറി എന്ന് പറയുന്ന പോർഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പെർമനൻ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഡോട്ട് ഇച്ചിരി സ്പീഡ് കൂട്ടി വയ്ക്കുകയാണ്, മേലോട്ടാക്കി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സ്പീഡ് കൂടുന്നത്, വീഡിയോയുടെ സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ മൂന്നാമത് കാണുന്ന ഡോട്ടിനെ ഞാനൊന്ന് സ്ലോ ആക്കുകയാണ്. നമുക്ക് എങ്ങനെയാണത് പ്ലേ ആകുന്നതെന്ന് നോക്കാം. അപ്പോൾ അത്രയും നമുക്ക് വേണ്ട. നമ്മൾ ഇവിടെയും കൂടെ ഒരു ഡോട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വലിക്കുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുകളോട്ടും നമ്മൾ ഡോട്ടിനെ കയറ്റുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുകയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീഡ് കുറയുകയുമാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ആദ്യം സ്പീഡും പിന്നീട് അത് സ്ലോ മോഷനിലായിട്ട് പിന്നെ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ VN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്ലോ മോഷൻ എഫക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് അത് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയും അതുപോലെ തന്നെ സ്പീഡും സ്ലോയും ഒക്കെ ആക്കി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.